ഈ പിച്ചും പേയും പറയുക എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്നതാണോ? അതെ. ഈ പനി വരുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ യെസ്, ദാറ്റ് പേഴ്സൺ ഈസ് എക്സ്പീരിയൻസിങ് എ ഡിഫറെന്റ് ഡയമെൻഷൻ. ഭ്രാന്തനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ നേരെ ഇങ്ങനെ നോക്കും, നോക്കിട്ട് വേറെ നോക്കിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിക്കും. അവൻ പല്ലിയോടൊക്കെ സംസാരിക്കും, ഭിത്തിയിൽ നോക്കി സംസാരിക്കും. അതെ, അപ്പൊ നമ്മൾ പറയാം എന്താണ്, കിളി പോയി, അടിച്ചു പോയി പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഒരു ഭൂമിക ഡയമെൻഷൻ അവൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇമാജിനേഷൻ അല്ല, അതൊരു ഡയമെൻഷൻ ആണ്. ഏതാണ് ഇമാജിനേഷനും ഡയമെൻഷനുമായിട്ടുള്ള വ്യത്യാസം? ഇമാജിനേഷൻ ഇല്ലാത്തൊരു സംഭവം ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ ഇല്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയ ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഈ മാറ്റത്തെയാണ് സത്യത്തിൽ മരണം എന്ന് പറയുന്നത്. അപ്പം മരണത്തെ അറിയണമെങ്കിൽ മരിച്ച് പഠിക്കണം. ഞാനിങ്ങനെ അനന്തമായ ഒരു ഗുഹയിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു, ഭയങ്കര സ്പീഡിന്. ദൂരെ ഒരു വെളിച്ചം കണ്ടു, അവിടെ ചെന്നപ്പോൾ വേറെ ഒരു ലോകം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ ചുറ്റും നിൽക്കുന്നു, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് കരയുന്നു. പിന്നൊന്നും ഓർമ്മയില്ല. പിന്നെ അവൻ ബോധം വന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഓർമ്മ പറഞ്ഞത്. ഇതെന്താണ് അവസ്ഥ? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അതെങ്ങനെയാണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ച്, ഗുരുജിക്ക് എന്നെ അറിയാലോ, ഈ പറഞ്ഞ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് മരണത്തെ പറ്റി ഭയമുണ്ടോ? ഉണ്ട്. ഈ പറഞ്ഞ മരണത്തെ പറ്റിയുള്ള ബോധമുണ്ടോ? ഇല്ല. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഫ്രം എ സ്റ്റാർട്ടർ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് അതിലേക്ക് എത്തുക? എനിക്ക് മരണത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം വേണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ആദ്യം തന്നോട് തന്നെ ഒരു ആത്മാർത്ഥത വേണം. നാം ജീവിക്കുന്നത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല എന്ന ഒരു ധാരണ ആദ്യം ഉണ്ടാക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് അറിയാമോ? നാം ജീവിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനാണ്, അല്ലേ? അതാദ്യം കളയുക. മറ്റുള്ളവർ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മുടെ ജീവിതം നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമുക്കതിനോടൊരു ഉത്തരവാദിത്വവും വേണം. ഈ ഒരു ബോധം ആദ്യം ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, അതെ നീ എന്തിനാ ജനിച്ചത്? കണ്ണടച്ചിട്ട് ചോദിക്കുക. അപ്പോൾ അറിയാം ഉത്തരം എങ്ങൊന്നുമില്ല. എന്തിനാ സത്യം പറയുമ്പോ ഞാൻ എന്നെ ഓർത്ത് നോക്കുകയാണ്, എന്തിനാണ് ജനിച്ചത്? അതിന് ഉത്തരവില്ല എനിക്ക്. ഇല്ല. ഇനി ഒരു ദിവസം മരിക്കും. എന്തിനു മരിക്കുന്നു അറിയില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ എന്ത് അറിയില്ല. കണ്ടിട്ടുള്ളത് ആൾക്കാരെ ദേഹം എടുത്ത് കുഴിച്ചിടുകയോ തീയിൽ വയ്ക്കുകയോ ചെയ്യും, അല്ലേ? അത്രേ അറിയൂ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് അറിയില്ല. അത് അറിയണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മരിച്ചു നോക്കണം. യെസ്, ഞാൻ അതാണ് ചെയ്തത്. കാരണം പുസ്തകങ്ങളിൽ തിരഞ്ഞിട്ടെങ്ങുമില്ല. ഈ പറയുന്ന ആൾക്കാരുടെ പിന്നാലെ നടന്ന് അവരുടെ കാര്യങ്ങൾ കേട്ടറിയാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഒടുവിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയുന്നു അനുഭവജ്ഞാനം, അമരവിദ്യ. അത് അമരവിദ്യ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന വിദ്യ, അത് പഠിക്കണം. അതെങ്ങനെയാ? അഗ്നി ഉപാസന. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നചികേതസിൻ്റെ കഠോപനിഷത്ത്, അതിൽ വളരെ രസകരമായാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പയ്യൻ ശരിക്കും ക്യൂരിയസ് ആയ, ആകാംക്ഷ ഉള്ള, സ്വയം ഉത്തരവാദിത്വമുള്ള ആ പയ്യൻ മരണത്തെ അന്വേഷിച്ച് പോകുന്നതായിട്ടാണ് ആ കഥ. അങ്ങനെയാണ് ചമച്ചിരിക്കുന്നത്. ഒടുവിൽ മരണദേവനെ പിടിച്ചു നിർത്തും. എന്നിട്ട് സാധാരണ മരണം അടുക്കുമ്പോൾ ആൾക്കാർ പേടിക്കുക ചെയ്യുന്നത്, ഇവൻ മരണദേവനെ ഓടിച്ചിട്ട് പിടിക്കുക ചെയ്യുന്നത്. ധൈര്യം, ഇച്ഛാശക്തി. എന്നിട്ട് ചോദിക്കും, ആശാനെ നിങ്ങളുടെ രഹസ്യം എന്താണ് എന്ന് പറയാം. അത് നല്ല പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ ദേവൻ ഇവനോട് പറയും, എടാ എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല, നിന്നെ ഞാൻ ഭൂമിയിലെ രാജാവാക്കാം, നിനക്ക് 3 ലോകങ്ങളും നിനക്ക് ഭരിക്കാൻ തരാം. അപ്പോൾ ആൾ പറയും, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ രഹസ്യം പറഞ്ഞതാ, നിങ്ങൾ ഒരു ദിവസം എന്നെ കൊണ്ടുപോകുമല്ലോ. സോ വാട്ട് ഈസ് ഡെത്ത്? ഇതാണ് ചോദിക്കുന്നത്. ഒടുവിൽ ഇവൻ്റെ ഇച്ഛാശക്തിയുടെ മുന്നിൽ പരാജയപ്പെട്ട മരണദേവൻ ഇവന് അഗ്നി ഉപാസന പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് നീ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഊഷ്മാവ് കൂട്ടാനും കുറയ്ക്കാനും പഠിക്കും. നമുക്ക് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ട്, ഇല്ലേ? ഈ ചൂട് ഒരു ഡിഗ്രിയോ 2 ഡിഗ്രിയോ കൂടിയാൽ എന്ത് പറ്റും? കുറച്ച് പ്രശ്നമായി. കുറച്ചുകൂടെ കൂടിയ കിളി പോകും. ടൈഫോയിഡ് ആയിട്ട് കഴിഞ്ഞാൽ പിച്ചും പേയും പറയുന്നെന്ന് പറയും. അപ്പം നമ്മൾ വേറൊരു ഡയമെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞാലും ഇതേ അവസ്ഥ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഈ ബോധമണ്ഡലത്തെ നിലനിർത്തുന്നത് ഒരു തരംഗമാണ്, ഒരു പ്രത്യേക തരംഗം.
അതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മോഡുലേറ്റേഴ്സും റിസപ്റ്റേഴ്സും പ്രത്യേക താളക്രമത്തിൽ കെമിക്കൽ ചേഞ്ചസ് നടത്തി നമുക്കൊരു ചിന്താ തരംഗമുണ്ട്. ആ തരംഗത്തിലെയാണ് ഇപ്പോൾ ഇതിനെയാണ് ബോധമണ്ഡലം എന്ന് പറയുന്നത്. ഇത് മാറിയാൽ നമ്മുടെ വ്യക്തിത്വം മാറും. അപ്പൊ ഇത് ഒരു ഇടയ്ക്കൊരു സംശയം, ഈ പിച്ചും പേയും പറയുക എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്നതാണോ? അതെ. ഈ പനി വരുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ യെസ്, ദാറ്റ് പേഴ്സൺ ഈസ് എക്സ്പീരിയൻസിങ് എ ഡിഫറെന്റ് ഡയമെൻഷൻ. അത് ഇപ്പോൾ ഭ്രാന്തില്ലേ, ഭ്രാന്തനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ നേരെ ഇങ്ങനെ നോക്കിട്ട് വേറെ നോക്കിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അവൻ പല്ലിയോടൊക്കെ സംസാരിക്കും, ഭിത്തിയിൽ നോക്കി സംസാരിക്കും. അതെ. അപ്പൊ നമ്മൾ പറയാം എന്താണ്, കിളി പോയി, അടിച്ചു പോയി പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഹീ ഈസ് എക്സ്പീരിയൻസിങ് എ ഡിഫറെന്റ് ഡയമെൻഷൻ. മറ്റൊരു മനോതരംഗ നില, ഒരു ഭൂമിക ഡയമെൻഷൻ അവൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇമാജിനേഷൻ അല്ല, അതൊരു ഡയമെൻഷൻ ആണ്. ഏതാണ് ഇമാജിനേഷനും ഡയമെൻഷനുമായിട്ടുള്ള വ്യത്യാസം? ഇമാജിനേഷൻ ഇല്ലാത്തൊരു സംഭവം ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ ഇല്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയ ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കാണുന്നില്ലല്ലോ. കമോൺ, ഇതൊക്കെ ചോദിച്ച സമയങ്ങളെല്ലാം കഴിഞ്ഞു. തുടക്കം മുതലേ ആൾക്കാർ ഇത് ചോദിച്ചു, അന്വേഷിച്ചവനത് കണ്ടെത്തി. പിന്നീട് അത് അന്ധവിശ്വാസമാണെന്നും പ്രാചീനമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞു. ഒടുവിൽ യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാർ ചെന്ന് നിന്ന സ്ഥലം മനസ്സിലായി, ഇവൻ പറഞ്ഞത് തന്നെ ശരി, എല്ലാം ഒരുതരം ഇമാജിനേഷനാണ്, മനോമയമിതം സർവം, എല്ലാം നമ്മുടെ മനസ്സിലാണ്. മനസ്സിൻ്റെ ആന്തരിക മാറ്റം, ബാഹ്യമായ പ്രകൃതിയെ മാറ്റം, ഈ മാറ്റത്തെയാണ് സത്യത്തിൽ മരണം എന്ന് പറയുന്നത്. അപ്പം മരണത്തെ അറിയണമെങ്കിൽ മരിച്ച് പഠിക്കണം. അത് രണ്ട് രീതിയിൽ മരിക്കാം. ഒന്ന് രോഗം കൊണ്ട് മരിക്കാം, വേറൊന്ന് യോഗം കൊണ്ടും മരിക്കാം. രോഗം കൊണ്ട് മരിക്കുന്നവൻ നിയന്ത്രണാതീതമായി വരുന്നു. ആ മരണത്തിന് മുമ്പും അവൻ പല ഡയമെൻഷൻ അനുഭവിക്കും. അതിനെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. ഈ ഇതിലൊക്കെ ഉണ്ടല്ലോ, ICUലൊക്കെ കിടന്ന ആൾക്കാർ ചിലപ്പോൾ രോഗമൊക്കെ മാറിയിട്ട് പറയും, ICUയിൽ വെച്ച് വലിയ അനുഭവം ഉണ്ടായി. എന്താണ്, ഞാനിങ്ങനെ അനന്തമായ ഒരു ഗുഹയിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു, ഭയങ്കര സ്പീഡിന്, ദൂരെ ഒരു വെളിച്ചം കണ്ടു, അവിടെ ചെന്നപ്പോൾ വേറെ ഒരു ലോകം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ ചുറ്റും നിൽക്കുന്നു, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് കരയുന്നു, പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ അവൻ ബോധം വന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഓർമ്മ പറഞ്ഞത്. ഇതെന്താണ് അവസ്ഥ? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. അത് ഈ പറയുന്ന പോലെ സ്വപ്നം കണ്ടതല്ല, പുറത്തേക്ക് പോയി കണ്ട് തിരിച്ചു വന്നത് തന്നെയാണ്. പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ബോഡി എന്ന ആ ഒരു മാധ്യമം, നമ്മളിപ്പോൾ കാണുന്ന ശരീരം എന്ന മാധ്യമത്തിലൂടെയാണ് നമ്മുടെ ഈ അനുഭവങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ അപ്പുറം, ഈ ശരീരത്തിന് എന്ന ഉപാധി ഇല്ലാതെയും നമ്മുടെ ബോധത്തിന് നിലനിൽക്കാം. ഇപ്പോൾ സ്വപ്നം കാണുമ്പോൾ നമ്മളെവിടെയാണ് പോണേ? ഇപ്പോൾ സിംഗപ്പൂർ സ്വപ്നം കാണുന്നു എന്ന് വെച്ചു, അന്നേരം നമ്മൾ സിംഗപ്പൂർ കാണുകയല്ലേ? അതെ, നമ്മളവിടെ എത്തി. പക്ഷെ ശരീരം പോയില്ലല്ലോ. ഇല്ല. എന്തേ? ഇതിൻ്റെ വേറൊരു തലമാണ് ഈ മരണം എന്ന് പറയുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഇതാണ്. അപ്പോൾ അത് സ്വയം സംഭവിക്കുന്നതിനെ രോഗമെന്നും സംഭവിപ്പിക്കുന്നതിനെ യോഗം എന്നും പറയും. മനോനില നിയന്ത്രണാതീതമായി പോകുന്നതിനെ ഉന്മാദ രോഗം എന്നും, അത് സ്വയം സംഭവിപ്പിക്കുന്നതിനെ ഉന്മന്യ യോഗം എന്നും പറയും. ഒന്ന് യോഗവും ഒന്ന് രോഗവും. അപ്പോൾ ഇത് രോഗാവസ്ഥ സ്വയം സൃഷ്ടിക്കുക ആദ്യം, എന്നിട്ട് അതിനെ മൂർച്ഛിപ്പിക്കുക, മരണതലത്തിലേക്ക് എത്തിക്കുക. അതാണ് യോഗ സാധന. അപ്പോൾ അവൻ മരിക്കാൻ പഠിക്കുകയാണ്. അത് സ്ഥിരമായ സാധനയിലൂടെയേ നടക്കൂ. അതായത് 2.5 മിനിറ്റ് ശ്വാസം തലച്ചോറിൽ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ തലച്ചോറിൻ്റെ പണി നിർത്തും. എന്നാൽ കൃത്യമായ സാധനയിലൂടെ നമുക്ക് 5-10 മിനിറ്റ് വരെയൊക്കെ ശ്വാസത്തെ പിടിച്ചു നിർത്താൻ കഴിയും, ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഗുരുജിക്ക് കഴിയുമോ? എനിക്ക് കഴിയും. എത്ര മിനിറ്റ് ശ്വസിക്കാതിരിക്കാൻ പറ്റും? ഞാൻ ഈ സാധന ചെയ്യുന്ന സമയത്ത് 7 മിനിറ്റ് വരെയൊക്കെ പിടിച്ചു നിർത്തുമായിരുന്നു. പിന്നീട് അത് കുംഭക അവസ്ഥ, അതെ കുംഭക ധ്യാനം അല്ലെങ്കിൽ കുംഭക സാധന എന്ന് പറയും. കുംഭകം എന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്യുക, കുംഭരൂപത്തിൽ സ്തംഭിപ്പിക്കുക, സ്തംഭനക്രിയ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ സഹജ ധ്യാനാവസ്ഥയിലേക്ക് മാറും.
മാറുമ്പോൾ ഈ കുംഭകം കൊണ്ട് നേടിയെടുക്കുന്ന മരണ സമാനമായ അവസ്ഥ, അപ്പോഴാണ് കുണ്ടലിനി ഉണരുന്നത്. അതായത് നമ്മുടെ ബോധം ദേഹം വിട്ടു പോകും. ഇപ്പോൾ ചോദിക്കും 7 മിനിറ്റ് വലിയ കാര്യമോ, അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ എന്ന്. ഈ ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ, അതിൻ്റെ കടൽ തീരങ്ങളിൽ സീ നൊമാഡ്സ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗമുണ്ട്. അവരുടെ ഫിഷിംഗ് രീതി എന്താണെന്ന് അറിയാം? അവർ കടലിൻ്റെ അടിയിൽ കുന്തവും കൊണ്ടുപോകും. പോയിട്ട് മീനെ കുത്തിപ്പിടിക്കലാണ് അവരുടെ ജോലി. അതാണ് അവരുടെ ശൈലി. അപ്പോൾ ഇവർ വെള്ളത്തിൽ ജനിക്കുന്നു, വെള്ളത്തിൽ ജീവിക്കുന്നു. ലോക റെക്കോർഡ് എത്രയെന്നറിയാമോ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ചിലവഴിച്ചത് ഒരു മനുഷ്യൻ? ഈ സീ നൊമാഡ്സിൽ 13 മിനിറ്റ് മാക്സിമം. അപ്പോൾ കുട്ടികൾ പോലും 5 മിനിറ്റൊക്കെ വെള്ളത്തിനടിയിൽ നിൽക്കും. അത് പ്രാക്ടീസാണ്. അപ്പോൾ അവർക്ക് കുണ്ടലിനി ഉണർന്നോ എന്ന് ചോദിച്ചാൽ അവർ പോകുന്നത് മീൻ പിടിക്കാനാണ്. അവരുടെ ശ്രദ്ധ അതിലാണ്. എന്നാൽ പ്രാണനെ പിടിച്ചു നിർത്തി ഞാൻ ആര്, എൻ്റെ ദേഹവും എൻ്റെ ബോധവുമായി എന്താണ് വ്യത്യാസം, എന്താണ് ഈ ബന്ധം എന്ന ആ ഒരു ആത്മ അന്വേഷണത്തിൽ ആ രഹസ്യം എന്തെന്നറിയാനായി ശ്രമിക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ തെളിഞ്ഞു വരും. അങ്ങനെ പതുക്കെ പതുക്കെ മരിച്ചു പഠിക്കുമ്പോൾ ആണ് ഈ മരണവേദന. കുണ്ടലിനി ഉണരുതെന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. അത് ആദ്യം ഭയങ്കര വേദനയും ഭ്രമവും ഭയവും ഒക്കെയാണ്. അവർ ചെറിയ സ്പാർക്കൊക്കെ വരുമ്പോഴേ ഞെട്ടി ഉണർന്ന് മതി, പിന്നെ ഒരു 5-6 ദിവസം ആരെ പരിപാടി ചെയ്യില്ല, പിന്നും കൊള്ളാം എന്ന് വെച്ചിട്ട് വീണ്ടും ചെയ്യും. അങ്ങനെ പല പ്രാവശ്യങ്ങളായി ഈ മരണ അവസ്ഥ അനുഭവിച്ച് നമുക്ക് ഒടുവിൽ അത് എന്താണ് സഹജ അവസ്ഥയായി മാറും. അതായത് ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കരാട്ടെ പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് ഈ പിന്നെ നമ്മുടെ പെൽവിക് ജോയിൻറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. ഈ സ്പ്ലിറ്റ് 180 ഡിഗ്രി സ്പ്ലിറ്റ് ചെയ്യണം. ഇത് ആദ്യമേ കൊണ്ട് പിടിച്ചാൽ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ പൊട്ടി പ്രശ്നമാകും. അപ്പോൾ ചെറിയ ചെറിയ സ്ട്രെച്ചിങ് അത് കൊടുത്തിട്ട് സ്ട്രെച്ച് കൊടുത്തുകൊണ്ട് വ്യായാമം ചെയ്ത് പതുക്കെ പതുക്കെ സ്ട്രെച്ച് ചെയ്യും. ഒരു 6 മാസം മുതൽ 1 വർഷം കഴിയുമ്പോൾ കൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കും. ആ സ്പ്ലിറ്റ് ഒരു എൻജോയ്മെൻറ്റായി മാറും. തുടക്കത്തിലെ വേദന ഗ്രാജുവലി അതൊരു ഒരു ആനന്ദമായി മാറും. അതുപോലെ ഈ മരണസാധന എന്ന് പറയുന്നത് തുടക്കത്തിൽ ഭയവും വേദനയും ജനിപ്പിക്കുമെങ്കിലും അതൊരു സാധന പുരോഗമിച്ച് വരുമ്പോൾ അതൊരു വലിയ ആനന്ദവും ധൈര്യവുമായി മാറും. അതാണ് അറിവ്. അങ്ങനെ മരിക്കാൻ കഴിയുന്നവൻ അല്ലെങ്കിൽ മരണം എന്തെന്നറിയുന്നവൻ മരണത്തെ ഇൻവൈറ്റ് ചെയ്യും, സ്വീകരിക്കാൻ തയ്യാറാവും. അതാണ് സ്വച്ഛന്ത മൃത്യു. അപ്പോൾ അതുകൊണ്ട് അവന് ഭയമില്ല. ഈ ദേഹം വിട്ടാൽ മറ്റൊരു ദേഹം, മറ്റൊരു ഡയമെൻഷനിൽ ഞാൻ നിലനിൽക്കുന്നു എന്ന ബോധം അറിവുള്ളത് കൊണ്ട് അറിവാണ് ബലം, അതാണ് ധൈര്യം. അതുകൊണ്ടാണ് ആത്മബലവും ആത്മധൈര്യവും എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ.